അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളെ നാട്ടിലും വിമാനം ഇറങ്ങിത്തുടങ്ങി. എയർ ഇന്ത്യ 10 മിനിറ്റ് ലേറ്റാന്നല്ലോ. നാട്ടുകാരൊക്കെ വലിയ പത്രാസുള്ളവരായി. വെറുതെ നടന്നിരുന്ന പലർക്കും എയർപോർട്ടിൽ നല്ല ജോലിയും കിട്ടി. നാട്ടിലെ പല വീടുകളിലും വാടകയ്ക്ക് താമസക്കാരെത്തിയപ്പോൾ ചിലരൊക്കെ പെട്ടെന്ന് പണക്കാരായി. പക്ഷേ നാട്ടിലെ ഇപ്പോഴത്തെ ചർച്ച ഇതൊന്നും അല്ല കേട്ടാ. നമ്മളെ പരമേട്ടൻ്റെ വീട്ടിൽ തനിച്ച് കഴിയുന്ന പുതിയ താമസക്കാരിയെക്കുറിച്ചാണ്. പേര് മേരി. എൻ്റെ മോനെ, എനിക്ക് ആ ക്ലബിൻ്റെ വാർഷിക ഓർമ്മയുണ്ടാ? അതിൻ്റെ തലേ ദിവസം ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ട്യൂബ് ലൈറ്റിൻ്റെ ഇടയിലെ കൂടി ഇങ്ങനെ ഒരു വരവ് വന്നിനടാ. എല്ലാവരും ഓളെ നോക്കി വെള്ളർക്കലായിരുന്നു. ആ സമയത്ത് നമ്മളെ കുഞ്ഞുമ്പോട്ടനുണ്ടല്ലോ, ഓറ് ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ വരുമ്പത്തേ കൂടി വരുന്നതിനും നോട്ടം മുഴുവൻ ഇവളെ മേക്ക എടുത്തോ 12 എന്ന് പറഞ്ഞിട്ട് കണ്ടത്തിലേക്ക്. ആരായാലും വീണുപോകും. അതല്ലേ വരവ്. അമ്മാതിരി പീസല്ലേ. ഈ ഒറ്റക്ക് വന്ന് താമസിക്കുവാന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു ഇതില്ലേ. ഇത് സംഭവം സെറ്റപ്പിനെ മോനെ. ഉറപ്പ്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോടാ, ഞാൻ കടയും പൂട്ടി വീട്ടിലേക്ക് പോന്നാ. അന്നേരം ബസ് ഇറങ്ങിയിട്ട് ഇവളിങ്ങനെ നടന്നു വരുന്നുണ്ടേനു. എൻ്റെ മുമ്പിലെത്തിയൊരു ചിരിയാ. എന്നിട്ട് നിങ്ങൾ ചിരിച്ചിട്ടില്ല? ആൾക്കാർ കാണുന്നില്ലേ, അന്നേരം ഞാനിങ്ങനെ അവളോട് ഇങ്ങനെ ചിരിക്കുക. എൻ്റെ പുരുഷമാട്ടാ, ഇങ്ങനെ പിന്നെ ചാൻസ് കിട്ടുമോ? പിന്നെ കയറി മുട്ടണ്ടേ. ഇത് എന്നോടാ ചിരിക്കുന്നത്, എനിക്കാദ്യം തിരിയണ്ടേ. എൻ്റെ രഹസ്യം നീ പറയുന്ന പോലെയല്ല. ഇതൊന്നും അങ്ങനെ പബ്ലിക്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റൂല. ഇതിനെല്ലാം ഒരു സീക്രട്ട് ഇല്ലടാ. എനിക്ക് മനസ്സിലാകുന്നുണ്ടാ? നീ ചെക്കനാ, നിനക്കത് അറിയാഞ്ഞിട്ടാ. പുരുഷമാട്ടാ, സത്യം പറയണം, നിങ്ങൾ എന്നോട് പണ്ട് പറഞ്ഞ ആ മറ്റേ കഥയെല്ലാം ഫുള്ള് തള്ളല്ലേ. ആ കുട്ടാ, ഞാൻ വരുന്നടാ. ഇത് നമ്മളെ ശ്രീധര മാഷയക്കനല്ലേ? നിങ്ങളുമായിട്ട് എന്താ ഇടപാട്? ഒന്നുമില്ലടാ. ചക്ക എന്നാ ഇപ്പം ചെയ്യുന്നത്? ഇങ്ങനെ നടക്കുന്നു. വൈകിട്ട് കാണാം കേട്ടോ. പുരുഷോട്ടാ, നിങ്ങൾ എവിടെയെങ്കിലും നോക്കി ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫോ? ഞാൻ 2 ദിവസം നാട്ടിലില്ലാത്തോണ്ടല്ലടാ. ആ സുനീൻ്റെ കൂടെ ഗുണ്ടൽപേട്ട് വരെ ലോറിയിലൊന്ന് കറങ്ങിയിട്ട് വന്ന്. എന്നാ സ്ഥലം എന്നറിയാ? അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ ഇങ്ങനെ വീട്ടിൽ തന്നെ കുറ്റിയടിച്ചിരുന്ന കാര്യം നടക്കോടോ. ഇടക്കൊന്ന് പുറത്തിറങ്ങെല്ലാം വേണ്ടേ? പിന്നെ ഞാൻ എന്താ വേണ്ടേ വീട്ടിൽ തന്നെ ഇരിക്കാണ്ട്? ഇപ്പോൾ പറ്റിയ സമയ. സൂര്യൻ നല്ല ഉച്ചയിൽ നിൽക്കുമ്പോൾ നല്ല തണുത്ത ബീറ്. എന്താ, നമുക്ക് നാളെ ആക്കിയാലോ? അപ്പോൾ പൈസയോ? പുരുഷോട്ടാ, എനിക്ക് ഇപ്പം ജോലിയില്ലാന്നേ ഉള്ളൂ. പൈസ കിട്ടുമ്പോൾ തരും. നിങ്ങൾ എവിടെയും ഒപ്പിക്കുന്നേ. അത് ശരിയാക്കാം. പിന്നെ നിൻ്റെ അച്ഛനറിയാണ്ട് വേണം കാര്യം നടക്കാൻ. മാഷ് അറിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാം. നിങ്ങളെ കാര്യം അറിയില്ലപ്പാ. പിന്നില്ലേ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പം ഏതായാലും വിട്ടോ, നമുക്ക് നാളെ ഇരിക്കാം. ഓക്കെ. പിന്നില്ലേ, പുഴുങ്ങിയ നാടൻ മുട്ട ഇട്ടുവാണെങ്കിൽ വാങ്ങിക്കോ. അതിൻ്റെ ഒപ്പരം കഴിക്കാലോ. ആ, ബീറിൻ്റെ കൂടെ നാടൻ മുട്ടയാ. ഈ ചെക്കന് വട്ടായ.
ഞാൻ ഇന്നലെ പറഞ്ഞ അപേക്ഷ അയച്ചിനാ? ഇല്ല, അയച്ചിട്ടില്ല. ആ, എന്നാ അത് അയക്കണ്ട. അതിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ കേരളത്തിന് പുറത്തായിരിക്കും. നമ്മുടെ നാട് വിട്ടുള്ള കളിയൊന്നും വേണ്ട. അതിനിപ്പോൾ എന്താന്ന്, പുറത്തായ നല്ലതല്ലേ? ഇങ്ങോട്ടൊന്നും പറയണ്ട. പുറത്തു പോയ നിൻ്റെ കളിയൊന്നും കാണൂലല്ലോ. അതേതായാലും വേണ്ട. എടാ, ആട്ടം നോക്കി നിൽക്കാണ്ട് ആ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുസ്തകം എടുത്ത് പഠിക്ക്. ഭാഷ എങ്ങ് നന്നാവട്ടെ. കുട്ടികളായ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവണം. പിന്നെ നിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരായിട്ടുള്ള കൂട്ടുകെട്ട് മതി കേട്ടാ. പുരുഷോട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എൻ്റെ ഒപ്പരം പഠിച്ച ഒറ്റ ഒരുത്തൻ ഈ നാട്ടിലില്ല. എല്ലാരും ജോലി കിട്ടി പുറത്താന്ന്. ഈടെ ഞാൻ മാത്രം ഇങ്ങനെ. പുരുഷോട്ടാ, നിങ്ങളാ ചായപ്പൊടി പോയിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്നു പബ്ലിക്കായിട്ട്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാ? ഇല്ല. പക്ഷെ അത് എനക്ക് പറ്റുവാ? ഇതിലെന്ന് ഇങ്ങനെ. എടാ, നീ എപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ? എനിക്ക് നാട്ടിലൊരു നിലയും വിലയിലുള്ളതാ. അത് നീ കളയാൻ പാടില്ല. നമ്മൾ പണ്ടേ കൂതറ. എന്ത് വേല എമ്മ ലൈഫാ പുരുഷോട്ടാ നിങ്ങള്. എടാ, എനിക്കൊരു കാര്യം അറിയാം. നിൻ്റെ എല്ലാം പ്രായത്തിൽ നമ്മൾ ഈ നാട്ടിൽ കളിക്കാത്ത കളിയില്ല. അതറിഞ്ഞോണ്ടാ നീ ഒരാഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ അനക്കൊരാഗ്രഹം കൂടിയുണ്ട്. പറഞ്ഞോ. കൂട്ടാ, ഓളെ ആഗ്രഹിക്കാത്ത ആരാടാ ഈ നാട്ടിലുള്ളത്? പക്ഷെ പുറത്തിറങ്ങാൽ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. മൊത്തം നാണക്കേടാവും. നാണക്കേട് ഞാൻ സഹിക്കും. പക്ഷെ ഇതെനിക്ക് പിടിച്ചേക്കാനാവേണ്ടേന്ന്. കേടുന്നിട്ട് ഉറക്കം വരുന്നില്ലാന്ന്. എനക്കൊരു കുപ്പി വീറും കൂടെ വേണം. എടാ, ആകെ 3 ഉറുപ്പ്യുണ്ട്. ഞാനും ഉണ്ട്. ഒരു 10 ഉറുപ്പ്യ തികച്ചെടുക്കാനുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാനൊരു മുട്ട വാങ്ങൂലേ? ഏടുന്നെങ്കിൽ ഒപ്പിക്കുങ്ങളെന്ന്. ഏടുന്നു? ഇതന്നെ ഞാൻ കട വാങ്ങിന്. നീ ഒരു കാര്യം ചെയ്യ്. ആദ്യം ഒന്ന് എണീച്ച് നീർന്ന് നിൽക്കാൻ നോക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിൻ്റെ തരിപ്പ് മനസ്സിലാവില്ല. മാഷം കാറ്റ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ, എൻ്റെ കാറ്റ് കഴിഞ്ഞു പോകും. ഒരൊലക്കി സംഭവിക്കാൻ പോകുന്നില്ല. ഓഹോ, പിന്നെ എനക്കാ പ്രശ്നം. ഇടിക്കൊന്നും വേണ്ടപ്പാ. ചെരുപ്പ് ഇടോ വെച്ചിനല്ല. കൂൾ കൂൾ. പ്രശ്നമില്ലല്ലോ, എന്നാ വാ. ഏയ് എടാ കുട്ടാ, അടിച്ചെല്ലാം തണിഞ്ഞു പോയല്ലോടാ. ഇനിയിപ്പം നെയ്യ ഇത് വല്ലതും നടക്കുക? കുറേ നേരമായില്ലേ ഇവിടെ കാത്തുക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ക്ഷമിക്കൻ്റെ പുരുഷോട്ടാ. ഇന്ന് ബുധനാഴ്ച അല്ലേ? ഓളെന്തായാലും വരും. വരുന്നു. കുട്ടാ, ചന്ദ്രികേ നിന്നിലലിയാൻ രാപ്പാർത്തിതാ പുൻതാരകം നീല
കുട്ടാ മഴ പെയ്ത് ചോർന്ന പോലെ ഉണ്ടാ? ഇത് ഈ മഴയിലൊന്നും നിൽക്കൂല പുരുഷേട്ടാ. ഇതൊരു വെള്ളപ്പൊക്കമായിട്ട് മാറും. നിങ്ങൾക്ക് അവളെ വീടറിയാം? വീടെല്ലാം അറിയാം. നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടാ? ഉം. പിന്നെ ഞാനെന്തിനാ തടയുന്നു? എന്നാ വാ പോവാ. ഉം. എടാ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, നോക്കി ഇങ്ങോട്ടെല്ലാം വേണം കേട്ടാ. അല്ല നിങ്ങൾ എടുക്കണമെന്നില്ല കേട്ടാ, ഒന്നങ്ങോട്ട് നടന്നിട്ട് പോരി. ഇപ്പൊ അങ്ങനെയാ? നീ ചെല്ല്. എന്തായിരുന്നു? ഒരു ഗ്ലാസ് വെള്ളം വേണേനു. പച്ചവെള്ളം മതിയോ? ആ മതി. എന്നാ കയറി ഇരിക്കറോ? ആ ആ ഇരിക്കടോ. ആ ഇനി നീ വന്ന കാര്യം പറ. അത് പിന്നെ ഞാൻ ഈ വഴി പോയപ്പോൾ ചെറുതായിട്ടൊന്ന് വായിച്ച് അങ്ങനെ കയറിയതാ. നീ ആ ശ്രീധര മാഷ മോനല്ലേ? ആ അതെ. ഞാനൊരു തവണ കണ്ടിരുന്നു ബസ് സ്റ്റോപ്പിൽ മാഷിന്റെ കൂടെ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിങ്ങനെ ജോലിയെല്ലാം നോക്കിയിങ്ങനെ. എന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷനായിട്ടൊന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഒരു 100 ഉറുപ്പിക ഉണ്ടാ? 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. അത് കള്ളം. വേറെന്താ ചോദിക്കാനുണ്ടല്ലോ? വേറെ എന്തെന്നപ്പാ? വേറെ ഒന്നുമില്ല. എന്നാടാ? ശ്രീധരൻ മാഷ ചെക്കനുണ്ട് ഇളഞ്ചി. ആ അയാൾ കാണാണ്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടാ. എടാ ഓനിപ്പോൾ അങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റൂല. അല്ലെങ്കിൽ ചെക്കനെ കുടിപ്പിച്ച് കിടത്തിയാ? അതെല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം, നീ ഫോൺ വെച്ചോട്ടെ. ഇതാ 2 ദിവസം കഴിഞ്ഞിട്ട് തരേ. ആയിക്കോട്ടെ. ഒന്ന് നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇതെന്നാ? നാടൻ മുട്ടയാ. ഇവിടെ അങ്ങനെ ആരും വരാനില്ലല്ലോ. പുരുഷോട്ടാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തിനായിരിക്കും എനിക്ക് മുട്ട വന്നിട്ടുണ്ടാവുക?
Ha